എല്ലാവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ രാവിലെ ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന കോന്നിയിൽ നിന്നാണ്. നമ്മൾ നേരെ കോന്നിയിൽ നിന്ന് ഗവിക്കാണ് ഇന്നത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഡേ നമ്മൾ കാട്ടിനുള്ളിൽ ചിലവഴിക്കാനുള്ള പ്ലാനിലാണ് ഇറങ്ങിയിരിക്കുന്നത്. പൊന്നും പൊന്നായി അജീഷ ചാനും ജീന ചേച്ചി അങ്ങനെ അങ്ങനെ ഫുൾ ജോയും സനിധി അങ്ങനെ ഫുൾ ടീമായിട്ട് നമ്മൾ ഇന്ന് ട്രിപ്പിന് പോകുന്നത്. അതെ, ഇസുക്കുട്ടിനെ നമ്മളിന്ന് കൊണ്ടുപോകുന്നില്ല. കാരണം ഇസുവിന് ചെറിയ പനിക്കോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇസുക്കുട്ടിനും അമ്മച്ചിയും കൂടെ കോന്നിലിരിക്കും. അപ്പോൾ നമ്മൾ ഗവിക്കുവാണ് കേട്ടോ. അപ്പം ഗവിയിലെ വിശേഷങ്ങളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം പ്രൈവറ്റായിട്ട്, അതായത് ഒരു ഫാമിലി എങ്ങനെ ഗവിയിലേക്ക് പോകണം, അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതെല്ലാം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളങ്ങനെ ആങ്ങമൊഴി ഫോറസ്റ്റ് റേഞ്ച് വന്നിട്ടുണ്ട്. അവിടെ ആദ്യം ഗവിക്ക് പോകേണ്ട ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം അതിപ്പം ഓൺലൈൻ സൈറ്റിൽ ഗവി ടൂറിസം സൈറ്റിൽ 2 ദിവസം മുമ്പ് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾക്ക് മറ്റന്നാളാണ് പോകേണ്ടെങ്കിൽ ഇന്ന് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നമുക്ക് വരുന്ന ആങ്ങമൊഴി ഫോറസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഈ ബാക്കിൽ കാണുന്നതാണ്. ആങ്ങമൊഴി ഫോറസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മേളത്തെ ഓഫീസിൽ ചെന്ന് ഓൺലൈൻ ബുക്കിങ്ങിന് മേളത്തെ ഓഫീസാണ്. മേളത്തെ ഓഫീസിൽ ചെന്ന് കഴിയുമ്പം നമ്മൾ കൂടെ വന്നവർ ആരൊക്കെയാണ് വന്നത് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എഴുതി കൊടുത്ത്, അതായത് ഫുൾ ഡീറ്റെയിൽസ് അല്ലേ അവർക്ക് എഴുതി കൊടുക്കണം. ഫുൾ ഡീറ്റെയിൽസ് എഴുതി കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എൻ്റെ ഇതുപോലൊരു പാസ് തരും. ഈ പാസ് നേരെ കൊണ്ടുവന്ന് നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിൽ കൊടുത്തിട്ട് വേണം അകത്ത് കയറി പോകാനേ. ഇതിനകത്ത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 100 രൂപയാണ്. 13 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ നമുക്കങ്ങനെ 6 പേർക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട്. ഓൺലൈൻ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് ക്യൂ നിൽക്കണം. മറ്റേ താഴെയാണെങ്കിൽ നോർമൽ ടിക്കറ്റ് എടുക്കുന്നവരൊന്ന് ക്യൂ നിൽക്കുന്നുണ്ട്. ഒരു ദിവസം 30 വണ്ടി കയറ്റി വിടത്തുള്ളവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവർക്ക് പക്ഷേ എന്തോ പാക്കേജിൻ്റെ പേരിലുള്ളതാണ് ഇന്ന് ക്യൂ നിൽക്കുന്നത്. ബാക്കി നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ പോയി മേളിൽ പോയി ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് ഈ പാസ് തരും. ആ പാസ് കൊണ്ട് വേണം അടുത്ത ചെക്ക് പോസ്റ്റിൽ പോയി. അങ്ങനെ എല്ലാ ചെക്ക് പോസ്റ്റിലും ചെക്കിങ് കാണും. ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ലൈസൻസും കാര്യങ്ങളും സമയം നമ്മൾ കാണിക്കണം. എന്നിട്ട് വേണം അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് പോകാൻ. അപ്പോൾ നമ്മളങ്ങനെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ വന്നാൽ അവിടെ നിന്ന് കിട്ടിയ പാസ് കൊണ്ട് ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ കൊടുത്ത് നമ്മുടെ ലൈസൻസും എല്ലാം വെരിഫൈ ചെയ്തിട്ട് വേണം അകത്ത് കയറി പോകാനായിട്ട്. ഈ ചെക്ക് പോസ്റ്റിൻ്റെ പേര് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റാണ് കേട്ടോ. ഞാൻ പേര് കുറച്ച് നോക്കണം, ഞാൻ കേട്ടിട്ട് ഈ പേര് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റാണ് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ അങ്ങോട്ട് തുടർന്ന് നമുക്ക് ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ഓരോ ചെക്ക് പോസ്റ്റുകളുണ്ട്. ആ ചെക്ക് പോസ്റ്റിലെല്ലാം ഉദ്യോഗസ്ഥന്മാർ നമ്മളെ വന്ന് വെരിഫൈ ചെയ്യും. ചിലപ്പോൾ ലൈസൻസൊക്കെ ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. വണ്ടി എന്തായാലും ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 11 മണിക്ക് മുമ്പ്, അതായത് 8:30 തൊട്ട് 11 മണി വരെ ഗവി നമുക്ക് എൻട്രി പോയിൻ്റ് ഉള്ളൂ. അത് കഴിയുമ്പോൾ അത് ക്ലോസ്ഡ് ആണ്. അത് പാസ് അവിടെ നിന്ന് കിട്ടത്തില്ല. പാസ് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, കയറിപ്പോം. പക്ഷേങ്കിൽ പാസ് കിട്ടത്തില്ല. 11 മണി വരെ പാസ് കൊടുക്കത്തുള്ളൂ. കാട്ടിനകത്ത് കയറി വേറെ ശബ്ദങ്ങളൊന്നുമില്ല. കിളിയുടെയും ഞങ്ങളുടെയും അലപ്പ് മാത്രമേ ഉള്ളൂ വണ്ടിക്കകത്ത്. പിന്നെ വെള്ളം ഒഴുകുന്നതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ പ്രധാന കാരണം വേറെ ഒന്നിനും ഇവിടെ റേഞ്ച് BSNL മാത്രം കണ്ട് റേഞ്ച് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. VI തുടക്കത്തിൽ മാത്രം കയറുന്നിട്ട് കുറച്ചിടത്ത് മാത്രമേ VI കിട്ടത്തുള്ളൂ. വേറെ എങ്ങും VIയെ പറ്റി പ്രതീക്ഷിക്കേ വേണ്ട. ഇപ്പം ഞങ്ങളിന്ന് പോകുന്ന ഒരു അവധി ദിവസം ആയതുകൊണ്ട് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇഷ്ടം പോലെ KSRTC ബസ്സുകളിൽ വിളിച്ച് വിനോദയാത്രയ്ക്ക് പോകുന്നവർ ഇഷ്ടം പോലെ പേര് വന്നിട്ടുണ്ട്. അവരൊക്കെ എന്താണ് KSRTC ബസ്സൊക്കെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇന്ന്. അപ്പോൾ എനിക്കറിയത്തില്ല എന്തുമാത്രം മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. കാരണം നമ്മുടെ പഴയ വീഡിയോ നമ്മൾ ബന്ദിപ്പൂർ പോയപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റിലെ നമ്മൾ കയറി പോയതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ മൃഗങ്ങളെ കിട്ടിയത്. പക്ഷേ ഈ വട്ടം നമുക്കങ്ങനെ കയറി പോകാൻ പറ്റില്ല. നമ്മൾ ലേറ്റായി ഓൾറെഡി. 8:30 വന്ന് കയറി പോകുമായിരുന്നു. നമുക്ക് കുറച്ചൊക്കെ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റിയേനെ. പറയാൻ പറ്റില്ല. കഴിഞ്ഞ വട്ടം ഞങ്ങൾ ഉച്ചയ്ക്ക് കയറി പോയിട്ട് ലേറ്റായിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയി. അന്ന് ഞങ്ങൾക്ക് ആനയൊക്കെ കാണാൻ പറ്റിയാണ് റോഡിൽ. ഇന്ന് കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. നോക്കാം നമുക്ക്.
ഗവി ട്രിപ്പിലെ ഫസ്റ്റ് ഡാം ഏകദേശം നമുക്ക് 5 ഡാമുകളാണ് ഉള്ളത്. അതിൽ 4 ഡാമിൻ്റെ മുകളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യും, ഒരു ഡാമിന് സൈഡിൽ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ 5 ഡാമിലെ ഫസ്റ്റ് ഡാമായ മൂഴിയാർ ഡാമിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് കിട്ടിയ പാസ് നമ്മളിവിടെ കൊണ്ട് കൊടുക്കണം. അതുപോലെ ലൈസൻസിൻ്റെ കോപ്പിയിൽ ലൈസൻസ് കാണിക്കുകയും കൂടെ വേണം. അത് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാം. ഇതാണ് ഡാമിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ. നമ്മളങ്ങനെ മൂഴിയാർ ഡാമിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നത്. ഇതാണ് മൂഴിയാർ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ഒരു സൈഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളതിന് മുകളിൽ കൂടെ വരുന്ന പാലം കൂടെ വരുന്നതാണ് ക്യാച്ച്മെൻറ്റ് ഏരിയ. വെള്ളമൊക്കെ കുറവാണ്, കണ്ടില്ലേ. വന്ന് ഡാം അടച്ചിട്ടേക്കുന്നതുകൊണ്ട് തന്നെ വെള്ളമെല്ലാം വന്ന് ഇവിടെ തട്ടി നിൽക്കുകയാണ്, കണ്ടില്ലേ. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൻ്റെ വേസ്റ്റൊക്കെയാണ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, കണ്ടോ. നമുക്കങ്ങനെ പോയി മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറിലും പോയി കാണാം. സ്പിൽവേയും ഷട്ടറും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് യാത്ര പോകാം. ഇവിടെയൊക്കെ വരുമ്പോൾ ഗവിയിൽ വന്നാൽ മെയിനായിട്ട് കാണാം. മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഡാമുകൾ, ഈ 5 ഡാമുകളാണ് മെയിനായിട്ടുള്ളത്. അല്ല വേറെ ഒന്നുമില്ല കാണാനായിട്ട് എന്ന് പറയാം. പിന്നെ കാട്ടിൽ കൂടെ ഒരു യാത്ര എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് ഡാമിൻ്റെ ഷട്ടറും അതിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. മൂഴിയാർ ഡാമിൻ്റെ മുകളിൽ നിന്ന് കുറച്ചേറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. അതിന് മുമ്പ് എല്ലാം കഴിക്കണം. രാവിലെ കയറിയ പിന്നെ വിശപ്പാണ്, ആരും കഴിച്ചിട്ടില്ലെന്നും. കാരണം നമുക്ക് ഗവിയിലേക്ക് വരുന്ന ട്രിപ്പിൽ പൊതിച്ചോറോ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ അവിടെ ഒരു ചേച്ചിമാരൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു, നമ്മുടെ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നമ്മൾ മേടിച്ചാൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഗവിയിൽ ചെന്നാൽ ഒരു ക്യാൻറ്റീനുണ്ട്. പക്ഷേ അത് എത്രമാത്രം ഫുഡ് ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ എപ്പോഴും ലൈറ്റായിട്ട് ഫുഡ് കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് വേണം ഗവി യാത്രയ്ക്ക് വരാനായിട്ട്. പിന്നെന്താണ്, അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. എൻ്റെ അപ്പം നമ്മളങ്ങനെ മൂഴിയാർ KSEBയുടെ ക്യാൻറ്റീനിൽ മുന്നേ ഇപ്പോൾ നിൽക്കുന്ന കേട്ടോ. ഇവിടെ വന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നവർക്ക് വേണേൽ ഫുഡ് കഴിക്കുക. ഇവിടെ വന്ന് ചായ അങ്ങനെയുള്ളതൊക്കെ കിട്ടും. അത് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ഈ റൂട്ടിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ വേറെ ക്യാൻറ്റീൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ക്യാൻറ്റീൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതാണ് ഫസ്റ്റ് ക്യാൻറ്റീൻ. അതായത് മൂഴിയാർ ഡാം കഴിഞ്ഞ് വരുമ്പോൾ ഫസ്റ്റ് ക്യാൻറ്റീൻ ഇതാണ്. ഫ്രഷ് ആകേണ്ടവർക്കൊക്കെ ഒന്ന് ഫ്രഷ് ആകാനും ചായയോ അങ്ങനെ എല്ലാം കഴിക്കാനുള്ള സാധനമൊക്കെ കഴിക്കാനുള്ളൊരു സ്പേസാണിത്. ഗവിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ വ്യൂ പോയിൻറ്റ്. ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് മൂഴിയാർ ഡാം ആയിരുന്നു, നമ്മൾ കണ്ടു. സെക്കൻഡ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് പെൻസ്റ്റോക്ക് പൈപ്പുകളിൽ ഉള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് അവിടെ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് കണ്ട എന്താണ് ആ വ്യൂ വരുന്നത്, കണ്ട പെൻസ്റ്റോക്ക് പൈപ്പ് മേളി താഴെ നിന്ന് ഇങ്ങനെ പെൻസ്റ്റോക്ക് പൈപ്പ് വന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോകുന്നതിൻ്റെ കണ്ട ഇതാണ് വ്യൂ പോയിൻ്റ്. നമ്മൾ വന്ന വഴി ഇങ്ങനെയാണ്. ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോഴാണ് പെൻസ്റ്റോക്ക് പൈപ്പ് ലെഫ്റ്റ് സൈഡിലുള്ള ആ പെൻസ്റ്റോക്ക് പൈപ്പ് ഇങ്ങനെ റൈറ്റിലൂടെ കയറി നമ്മുടെ റോഡിന് പാരലായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. അത് കിടലൻ വ്യൂ കേട്ടോ, കിടലൻ വ്യൂ ആണ്. ഇങ്ങനെ ജിത്തു അവിടെ നിന്ന് പൊന്നയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അവന് സ്കൂളിൽ കൊണ്ട് കാണിക്കാൻ ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് അവൻ. ഇവിടെ ഇതിന് പ്രത്യേക ശ്രദ്ധ വേണം. അട്ട ശല്യമുണ്ട്, അട്ട കയറും. കട്ടയൊക്കെ നോക്കാം, ഉപ്പും കൊണ്ടൊക്കെ വേണം വരാൻ.
ഗവി യാത്ര അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്ന വഴി നമുക്ക് ചെറിയൊരു അരുവി കിട്ടിയിട്ടുണ്ട് ബാക്കിൽ. നമ്മൾ അരുവിയിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല തണുപ്പ്, ഭയങ്കര ഫ്രഷ്നെസ് ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അട്ട ഉണ്ടെന്നൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് മടിച്ചാണ് ആദ്യം ഇറങ്ങിയത്. പക്ഷേ കൊള്ളാൻ കിടിലൻ ക്ലൈമറ്റാണ്. ചെറിയൊരു തണുപ്പുണ്ട്. 2 ദിവസം നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യമുള്ളതുകൊണ്ട് വഴിയിലൊക്കെ ആനപ്പിണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ആന ഇതായിട്ട് സ്പോട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ആപ്പാടെ ഒരു കുരങ്ങിനെ മാത്രമാണ്, ഹനുമാൻ കുരങ്ങിനെ മാത്രമാണ് സ്പോട്ട് ചെയ്തത്. വേറെ ഒന്നിനെ നമ്മൾ സ്പോട്ട് ചെയ്തതായിട്ടും. സാധാരണ യാത്രയിൽ നമ്മളെ അങ്ങനെ നിരാശപ്പെടുത്താറില്ല. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പോകുന്ന വഴി ആനയോ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പൊന്നായിക്ക് സ്കൂളിൽ കാണിക്കാൻ ഫോട്ടോയുടെ സെഷൻ്റെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജിത്തുവാണ് ഫോട്ടോഗ്രാഫർ. ദേയുടെ പുറയിലുണ്ട്. അജീഷ് അച്ചാച്ചനും പൊന്നും ഒക്കെ ഇറങ്ങിയിപ്പോണ്ട്.